സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ ടെറസിലെ കാന്താരിയുടെ വിളവെടുപ്പാണ് ഞാൻ കാണിച്ചത്. ഏകദേശം ഒരു 2 മുറവോളം മുറത്തിനകത്ത് കാന്താരി എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് കാന്താരി വ്യവസായമായിട്ട് പിടിപ്പിക്കുന്നവർക്ക് അങ്ങനെ വേണേൽ പിടിപ്പിക്കാം. കാരണം എനിക്ക് കിട്ടിയ അനുഭവമാണ് നിങ്ങൾക്ക് പറയുന്നത്. അതുകൊണ്ട് ഇത് പ്രയോഗിച്ചാൽ ഇഷ്ടം പോലെ കാന്താരി ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറിക്കുകയും ചെയ്യാം. അത് എങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചാൽ, കാന്താരി നമുക്ക് എവിടെയെങ്കിലും ഒരു വിത്ത് കിട്ടുക, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ മണ്ണിനകത്തൊന്ന് പാകിയാൽ മതി. അപ്പോൾ അതിൻ്റെ തൈകൾ മുളച്ച് വരും. ഞാൻ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഡ്രമ്മിൽ ചുമ്മാ ഇടുകയുള്ളൂ. എവിടെയെങ്കിലും അയ്യത്തൊക്കെ ഇങ്ങനെ വലിച്ചെറിയുക, അങ്ങനെയൊക്കെ അത് കിളിച്ച് വരും കാന്താരി തൈ. പക്ഷേ ഇത് നടുന്നതിലാണ് കാര്യം. പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കണം നടുന്നത് എങ്ങനെയാണെന്ന്. നമ്മുടെ ഈ പറമ്പിനകത്ത് കിടക്കുന്ന എല്ലാ കരികലകൾ, അതുപോലെ തന്നെ എല്ലാ ഡ്രമ്മിലും അവിടെ ഇവിടെയും കിടക്കുന്ന പോച്ചകൾ, റോഡിൻ്റെ സൈഡിൽ കിട്ടുന്ന പോച്ചകൾ, ഇതെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഡ്രമ്മിനകത്തോ അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് മമ്മട്ടി വെച്ച് കുറച്ച് മണ്ണ് അതിൻ്റെ മണ്ടയിലോട്ട് ഇടുക. ഒരു മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് അത് കുതിർന്ന് ഒരു എക്കൽ പരുവമായിട്ട് കിടക്കും. വീണ്ടും നമ്മൾ അടുത്ത പോച്ചകളൊക്കെ പറിച്ച കുഴിയിനകത്തിടുന്നു. അങ്ങനെ നമുക്കത് കമ്പോസ്റ്റായിട്ട് 3 മാസം കഴിഞ്ഞ് കിട്ടും. എന്നിരുന്നാൽ തന്നെയും അത് ഒരുമാതിരി ഒരു എക്കൽ പരുവം, അതായത് കുറച്ച് കരികലയും കുറച്ച് ചള്ളയും ഇങ്ങനെയായിട്ട് കിട്ടുമല്ലോ, അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് എത്ര കാന്താരിയാണ് നടേണ്ടത് അത്രയുള്ള ഗ്രോ ബാഗ്സ് എടുക്കുക. ഒരു ഗ്രോ ബാഗിനകത്ത് ഈ 2 കാന്താരി വെച്ച് നടാം. അപ്പം നമ്മൾ പറമ്പിലെ മണ്ണ് മാത്രം മതി, വേറൊന്നും ചേരുവയില്ലാത്ത പറമ്പിലെ മണ്ണെടുക്കുന്നു. അതിനകത്ത് സ്വല്പം വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി ഇച്ചിരി ഇടുന്നു. അത് ആ ഗ്രോ ബാഗിലോട്ട് ഇടുന്നു. ഉടനെ നമ്മുടെ കൈക്ക് ഒരു പിടി നല്ല ഒരെക്കൽ വാരി അതിനകത്തോട്ട് വെക്കുന്നു. അപ്പോൾ തന്നെ ആ ഗ്രോ ബാഗ് ഒരു ഹാഫായി ഫില്ല് ചെയ്ത് കഴിയും. പിന്നെ ബാക്കിക്കകത്ത് ചാണകപ്പൊടി ചേർന്ന് ഈ മണ്ണ് വീണ്ടും ഇടുന്നു. അതിലാണ് നമ്മൾ ഈ 2 തൈ വെക്കേണ്ടത്. അത് നനച്ചു കൊടുക്കുക. അതിങ്ങനെ വളർന്ന് കയറും. ആ കയറി വരുന്ന സമയത്ത് നല്ല ഇലകളും പൊട്ടി വരുമ്പോഴത്തേക്കിന് ആ ഇലയൊന്ന് കുരുടിക്കാൻ തുടങ്ങും. അതാണ് ആദ്യത്തെ സൈൻ. അപ്പോൾ ഈ ഇല കുരുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രാവശ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണ്? അതാണ് നമ്മുടെ സീക്രട്ട്. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് നമ്മുടെ വെളിയിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ചെറിയ കുപ്പി ഹൈഡ്രജൻ പെറോക്സൈഡ്. അതിൻ്റെ ഒരു അടപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് മൂട്ടിലൊഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇലയെല്ലാം ഓക്കെ ആവും. പിന്നെ അതിൻ്റെ ആവശ്യമേ ഇല്ല. അത് കഴിഞ്ഞ് പൂക്കൾ ഇങ്ങനെ പൊടിച്ച് തുടങ്ങുമ്പോൾ ഉടനെ നമ്മൾ SOP സ്പ്രേ ചെയ്യണം. ആ SOP സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇഷ്ടം പോലെ കാന്താരി നിങ്ങൾക്ക് പറിക്കാം. വീണ്ടും പറിക്കുമ്പം തന്നെ നമ്മൾ ഈ ഇലകളോടുകൂടി തണ്ടോടുകൂടി തന്നെ പറിക്കാൻ ശ്രമിക്കുക. അടുത്ത പ്രാവശ്യം വീണ്ടും പൊട്ടും, വേണേൽ ഫോൺ ചെയ്ത് നിർത്താം, വീണ്ടും നമുക്ക് പറിക്കാം. വീണ്ടും അടുത്ത ഡ്രമ്മിനകത്ത് വീണ്ടും നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. SOP ഒന്ന് സ്പ്രേ ചെയ്യണം. കാരണം ഞാൻ മറ്റു ഫ്രൂട്ട്സിന് അടിക്കുന്ന പോലെ ഇതിന് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും കാന്താരി കിട്ടിയത്. അതായത് പൂക്കൾ തുടങ്ങുന്നതിന് മുമ്പ് അതങ്ങ് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുള്ളവർക്ക് നീം സ്പ്രേ അടിക്കാം. ഇലയുടെ അടിയിൽ വെള്ളീച്ച വന്നാൽ നമുക്ക് നീം സ്പ്രേ അടിച്ചാൽ മതി. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചുകൊണ്ട് ഇതൊന്നും ബാധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറിക്കാം. ഒരു വെള്ളീച്ച പോലും ഇതിനകത്തില്ല. ഇഷ്ടം പോലെയാണ് കാന്താരി. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാന്താരി കിട്ടും. അയൽവക്കാർക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.